സുജു, കൂടുതൽ വിവരങ്ങൾ വ്യക്തമായി വരുന്നതേയുള്ളൂ. ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് സുജു. അവിടെ നിന്നും അറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? നമ്മളിപ്പോൾ താലൂക്ക് ആശുപത്രിയിലെ മുൻവശത്താണുള്ളത്. ഈ വിവരം ചേട്ടാ, ഈ സംഭവം ചേട്ടാ കാര്യങ്ങളൊന്ന് പറഞ്ഞു. വളരെയേറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഈ രണ്ട് കുടുംബവുമായി വളരെയേറെ അടുത്ത സ്നേഹബന്ധമുള്ള കുടുംബബന്ധമുള്ള ഒരാളാണ് ഞാൻ. ഒരാഴ്ചയ്ക്ക് മുമ്പ് നടന്ന വിവാഹത്തിൽ, മകൻ്റെയും മകളുടെയും വിവാഹത്തിൽ പങ്കെടുത്ത ഒരാൾ കൂടിയാണ്. അവർ വിദേശത്ത് പോയിട്ട് തിരികെ വന്നപ്പോൾ മകൻ്റെ പിതാവും മകളുടെ പിതാവും രണ്ടുപേരും കൂടിയാണ് വിളിച്ച് തിരിച്ചു വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. 3 പേരുടെ മൃതദേഹം ഇവിടെയുണ്ട്. മകളുടെ മൃതദേഹം പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. അതിൻ്റെ ഇൻക്വസ്റ്റ് പോലീസ് വന്നാൽ ഉടൻ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് അടുത്ത നടപടിയിലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവര് മലേഷ്യയിൽ വിനോദയാത്ര പോയിരിക്കും. അവിടെ വിവാഹത്തിന് ശേഷം പോയിട്ട് തിരികെ വരുമ്പോൾ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. ഈ വാഹനം ഓടിച്ചതായിരുന്നു? അത് കൃത്യമായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അത് വളരെയേറെ നാടിനെ സംബന്ധിച്ചോളവും ഞങ്ങളെല്ലാം സംബന്ധിച്ചോളം ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. എന്തായാലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവം കൂടിയാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. നേരം വെളുത്ത് പ്രഭാതത്തിൽ കേട്ടത് ഇതുപോലുള്ള ഒരു വാർത്തയെന്ന് കേൾക്കുമ്പോൾ എൻ്റെ വാർഡിൽ, ഞാൻ വാർഡ് മെമ്പർ കൂടിയാണ്, എൻ്റെ വാർഡിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ഇങ്ങനെ ആളെ അറിയുമ്പോൾ ചോദിച്ചു. അപ്പോൾ എല്ലാവരെയും അറിയിച്ചപ്പോൾ ഈ ഒരു കുടുംബത്തിൽ നിന്നാണ് പോയിട്ടുള്ളതെന്ന് പറഞ്ഞു. പോലീസുകാർ എന്തൊക്കെയാണ് വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്? പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇങ്ങനെ ഇവിടെ മട്ടക്കുളഞ്ഞി ഭാഗത്തു നിന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിയാണെന്ന് പറഞ്ഞ് സ്വാമി അയ്യപ്പന്മാരുടെ വണ്ടിയുമായിട്ടാണ് കൂട്ടിയിടിച്ചിട്ടുള്ളത് അറിയുമ്പോൾ ചോദിച്ചു. അപ്പോൾ ഞാൻ പട്ടക്കുളഞ്ഞി ഭാഗത്തെല്ലാം ഞാൻ വിളിക്കുകയും ഗ്രൂപ്പിലൊക്കെ ഇട്ട് അങ്ങനെയാണ് ഈ കുടുംബമാണെന്ന് അറിഞ്ഞത്. എന്തായാലും ഇപ്പോൾ പ്രിയ, നമുക്ക് ആളുകളുടെ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം വലിയ ഒരു ദുഃഖമാണ് ഈ കോന്നി മല്ലശ്ശേരി സ്വദേശികൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് അവിടുത്തെ വാർഡ് മെമ്പറാണ്. സ്ഥലത്തെ അവർ പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഇവർ വിവരം അറിയുകയും മെമ്പറിനെ പോലീസ് ഈ ദൃശ്യങ്ങളും സഹിതം അറിയിച്ചപ്പോഴാണ് കുടുംബത്തെ തിരിച്ചറിഞ്ഞെന്നുള്ള കാര്യവും ഇപ്പോൾ മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയാണ്. ഇവിടെ നിന്ന് ഈ അപകട സ്ഥലത്ത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അപകടം സംഭവിച്ചിരിക്കുന്നത്. അല്ല, ഈ അപകടം നടന്നത് മുറിഞ്ഞകലാണ്. അവർ താമസിക്കുന്നത് മല്ലശ്ശേരിക്കടുത്ത്, പൂങ്കാവിനടുത്തുള്ള 2 സ്ഥലം. ഏകദേശം എത്ര ദൂരം ഉണ്ടായിരുന്നു? 10 കിലോമീറ്ററിനുള്ളിലാണ്. 10 കിലോമീറ്റർ ആണ് അപകട സ്ഥലത്തേക്ക്. അതെ അതെ. അതായത് ഈ മലേഷ്യയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയായിരുന്നു അല്ലേ? 10 കിലോമീറ്ററോളം വീടിനടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് അപകടം സംഭവിച്ചു കഴിഞ്ഞു. വളരെ ഒരു വേദന സംഭവമാണല്ലേ? വീട്ടിലേക്ക് എത്താൻ ഇനി ഒരു 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതെ അതെ, തീർച്ചയായിട്ടും. അതാണ്, വീട്ടിലേക്ക് എത്താൻ ഒരു 10 കിലോമീറ്റർ മാത്രം ദൂരെ നിൽക്കുമ്പോഴാണ് ഇത്തരം ഒരു അപകടം സംഭവിക്കുന്നത് എന്നത് ഏറെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. അതായത് ഈ മുറിഞ്ഞുകല്ലിൽ അപകടം ഉണ്ടാകുന്നു. ഇവരുടെ വീട് മല്ലശ്ശേരിയാണ്. വിവാഹം നടന്ന നവംബർ 30-ന് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത വ്യക്തി കൂടിയാണ് പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ സ്ഥലത്തെ വാർഡ് മെമ്പറുമാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മോട് പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇരുവരും സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നാടിന് ഇവരെ സംബന്ധിച്ചോളം വിശ്വസിക്കാൻ അപ്പുറത്തേക്ക് സാധിക്കാത്തത്രയും വലിയൊരു അപകടം തന്നെയാണ്, വലിയ വേദനാജനകമായ സംഭവം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രിയ, അതിൽ ഇനി കൂടുതൽ വിവരങ്ങൾ വാഹനം ഓടിച്ചിരുന്നതും ഉൾപ്പെടെയുള്ള കാര്യത്തിൽ എന്താണ് അപകട കാരണം ഉൾപ്പെടെ ഇനി അറിയാനായിട്ടിരിക്കുന്നതോ പ്രിയ? സുജു, അവിടെ ഇപ്പോൾ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളവർ എത്തിയിട്ടുണ്ടോ? ഒരുപാട് ആളുകൾ ഈ വിവരം അറിഞ്ഞ് ആശുപത്രിക്ക് മുൻപിലേക്ക് വരുന്നുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളവർ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പല ആളുകളും വിതുമ്പി കരയുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അവർക്ക് താങ്ങാവുന്ന അപ്പുറത്തേക്ക് ഉള്ളൊരു ദുഃഖം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ദുഃഖത്തോടെ അല്ലെങ്കിൽ വേദനയോടെ തന്നെ ആളുകൾ എത്തിയിരിക്കുന്ന അത്യാഹിത വിഭാഗത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളെ നോക്കുമ്പോൾ അവരുടെ കരയുന്ന ആളുകൾ വളരെ കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കാം. ഒരുപക്ഷെ കുടുംബാംഗങ്ങൾ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. കാരണം ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ നാടാകെ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുന്ന ഒരു സംഭവമാണ്, വേറെ വേദനാജനകമായതാണ്. അതുകൊണ്ട് തന്നെ എത്തിയ ആളുകൾ ബന്ധുക്കൾ ഉണ്ടാകാം, അതുപോലെ സമീപ പ്രദേശത്ത് താമസിക്കുന്നവർ, സുഹൃത്തുക്കൾ തുടങ്ങിയ എല്ലാ ആളുകളും ഇവിടെ എത്തുന്നുണ്ട്. വിവരം അറിഞ്ഞെത്തുന്ന ഓരോ ആളുകളും ഈ നാട്ടിലുള്ള, ഇപ്പോൾ വാർഡ് മെമ്പർ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ ഈ വിവരം അറിഞ്ഞ് നാട്ടിലുള്ള ആളുകളെല്ലാം തന്നെ ഈ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് ഓടി എത്തുകയാണ്. അവർക്ക് താങ്ങാവുന്നതിലും
അപ്പുറത്ത് ഒരു ദുഃഖം തന്നെയാണ്. ഇന്ന് പുലർച്ചെയാണ് ഇത്തരം ഒരു അപകടം സംഭവിക്കുന്നത്. വാഹനം ഈ ആന്ധ്രാപ്രദേശ് സ്വദേശികളായി സഞ്ചരിച്ച അയ്യപ്പ തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനത്തിലേക്ക് ഈ ബസ്സിലേക്ക് വന്ന് കാറ് ഇടിച്ചു കയറുകയായിരുന്നു. മല്ലശ്ശേരി സ്വദേശികളായ അനുവിന്റെ ഭർത്താവ് നിഖിലിന്റെയും അനുവിന്റെയും അച്ഛൻ ആളുകളാണ് മരണപ്പെട്ടത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 3 പേർ മരിക്കുകയും പിന്നീട് അനുവിനെ ആശുപത്രിയിലേക്ക് എത്തിച്ച സമയമാണ് അനു മരണപ്പെടുന്നത്. മറ്റ് 3 പേരുടെയും മരണം ആ സംഭവ സ്ഥലത്ത് വെച്ചാണ്. വലിയ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അവർ പറയുന്നത് വാഹനം വെട്ടിപ്പൊളിച്ചാണ് അവർ ഈ പ്രവർത്തനം നടത്തുന്നത്. ഈ സംഭവത്തിന്റെ ഈ വെളുപ്പിനെ ഒരു 5 മണിക്ക് അല്ലെങ്കിൽ പുലർച്ചെ 4:30 ഇടയ്ക്കാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ, അനു, നിഖിൽ ഈപ്പൻ, മത്തായി, ബിജു പി ജോർജ് എന്നിവർക്കാണ് മരിച്ചിരിക്കുന്നത്. മലേഷ്യയിൽ നിന്ന് വിവാഹത്തിന് ശേഷം വിനോദയാത്ര പോയതിനു ശേഷമാണ് ഇത്തരം ഒരു അപകടം ഇപ്പോൾ തിരികെ നാട്ടിലേക്ക് വരികയായിരുന്നു. തിരുവനന്തപുരത്ത് രാവിലെ പുലർച്ചെ അവരെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴാണ് ഇത്തരം ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. പ്രിയ. ശരി സുജു, കോന്നി താലൂക്ക് ആശുപത്രിയുടെ മുൻപിൽ നിന്നുമുള്ള വിവരങ്ങൾ, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കാറും കൂട്ടിയിടിച്ച് 4 മരണം സംഭവിച്ചിരിക്കുന്നു. നവദമ്പതികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 അംഗങ്ങൾ മരിച്ചു. എന്താണ് സംഭവിച്ചത്, അപകട കാരണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. സുജു, അവിടെ എന്താണ് സംഭവിച്ചത്? അപകടത്തിന് കാരണം ഓവർ സ്പീഡാണോ, ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ, മറ്റ് പ്രതികൂലമായ സാഹചര്യം ഉണ്ടായോ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വ്യക്തത വരേണ്ടതുണ്ട്. CCTV ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച ശേഷമേ കാര്യമായ വിവരങ്ങൾ വ്യക്തമായി സ്ഥിരീകരിച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുകയും ഉള്ളൂ. എന്തായാലും എന്ത് തന്നെയാണെങ്കിലും ഏറെ വേദനിപ്പിക്കുന്ന ദുഃഖകരമായ വാർത്ത. ഒരു കുടുംബത്തിലെ നവദമ്പതികൾ 15 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. ആ വിവാഹം കഴിഞ്ഞ ഘട്ടത്തിൽ വിനോദയാത്രയ്ക്കായി മലേഷ്യയിലേക്ക് പോകുന്നു. അവിടെ നിന്നും ആ വിനോദയാത്രയെല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ തിരികെ എത്തിയ ആളുകൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങി. അവിടെ നിന്നും അച്ഛന്മാർക്കൊപ്പം വീടുകളിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെയൊരു ദുരന്തം അവരെ എത്തിയത്. 3 പേർ തൽക്ഷണം മരിക്കുകയും അനു എന്ന പെൺകുട്ടി, അതിലുണ്ടായിരുന്ന പെൺകുട്ടി മാത്രം കാറിനുള്ളിൽ ജീവനുണ്ടായിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച് കഴിഞ്ഞ് അനുവും മരിക്കുകയായിരുന്നു. എന്തായാലും രാവിലെ തന്നെ ഇന്നത്തെ പ്രഭാതം ഏറെ ദുഃഖകരമായി തന്നെ ഉണർത്തുന്ന ഒരു ഘട്ടം. വിഷമിപ്പിക്കുന്ന വാർത്ത. 4 പേരുടെ മരണത്തിന് ഇടയാക്കിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വഴിയെന്ന് പറയുന്നത് പുതിയ വഴിയാണ്. പ്രവർത്തനങ്ങളൊക്കെയും തീർന്നിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഓവർ സ്പീഡിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും ഇവരുടെ വീട്ടിലേക്ക് ഏതാണ്ട് 10 കിലോമീറ്റർ മാത്രമേ ദൂരമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് ഉടനെ എത്താൻ കഴിയും എന്നുള്ള ഒരു മാനസികാവസ്ഥയും ഉണ്ടല്ലോ. ഇത്രയും ദൂരം യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം എന്നുള്ള ചിന്തയും ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ സ്പീഡും കൂടുതലായിരുന്നു എന്നു കരുതേണ്ടതുണ്ട്. എന്തായാലും ഈ ബസ്സിന് നേരെ കാറ് ചെന്നിടിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.